ആരാണ് നബി തങ്ങളെ ആ നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളും? ലൈലത്തുൽ ഖദ്ർ കിട്ടാത്ത ആ നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളും ആരൊക്കെയാണ്? നബി തങ്ങൾ പറഞ്ഞു, അല്ലവലു ഒന്നാമത്തേത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തേത് ഇതാണ്. ഉമ്മാനെയും ഉപ്പാനെയും വേദനിപ്പിക്കുന്ന മക്കളുണ്ടോ, അവര് ഇടയത്താഴവും കുടിക്കണ്ട, തറാവി നിസ്കരിക്കണ്ട, നോമ്പും എടുക്കണ്ട, അവര് നോമ്പ് തുറയും നടത്തണ്ട, ഒരു എഴുത്തിക്കാഫും ചെയ്യണ്ട. കാരണം അവർക്ക് ലൈലത്തുൽ ഖദ്ർ ഇല്ല. എത്ര ഹദീസുകളും ആയത്തുകളും ഈ വിഷയ സംബന്ധമായിട്ട് ഈ വിവരമില്ലാത്ത എനിക്ക് പറയാൻ കഴിയുന്നറിയോ? എത്ര ആയത്തുകളും എത്ര ഹദീസുകളും. റഹിമ അൻഫു നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, സുമ്മ റഹിമ അൻഫു, നാണം കെടും. ഒരു പ്രാവശ്യം പറഞ്ഞ് നിർത്തിയില്ല, നാണം കെടും. മൂന്നാവർത്തി പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, ആരാണ് നബിയെ? മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കളെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാണം കെടും. അത് ദുനിയാവിൽ, ആഖിറത്തിൽ ഇല്ലാന്നല്ലേ പറഞ്ഞു. എത്ര വലിയവനാണെങ്കിലും ശരി, ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ടോ, വാപ്പാനെ വിഷമിപ്പിച്ചിട്ടുണ്ടോ, നാണം കെടും. എന്തിനാ കൂടുതൽ തെളിവിലേക്കും കാര്യത്തിലേക്കും? അൽഖമ റളിയല്ലാഹു അൻഹു ആരാ? ഈ മദ്രസയിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും തങ്ങളിൽ വിശ്വസിക്കുകയും തങ്ങളോടൊപ്പം ഇബാദത്തെടുക്കുകയും തങ്ങളുടെ പിന്നിൽ നിസ്കരിക്കുകയും ചെയ്ത ആളാണ് അൽഖമ റളിയല്ലാഹു അൻഹു. അസ്സഹാബി കന്നുജൂം നബിയുനാ റസൂലുള്ളാഹി. സഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയിട്ടാണ് മനുഷ്യന്മാർ വഴി കണ്ടെത്തുന്നത്. ഇതുപോലെ നിങ്ങളുടെ വഴികാട്ടികളാണ് സഹാബാക്കൾ എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. ആ സഹാബാക്കളിൽപ്പെട്ട ഒരാളല്ലേ അൽഖമ റളിയല്ലാഹു തആല അൻഹു. നാണം കെടും, നാണം കെടും എന്ന് നബിത്തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞെങ്കിൽ നബിത്തങ്ങളുടെ ഉമ്മത്തിയാകുന്ന ആദ്യത്തെ ആള് മുതല് ഉമ്മത്തിയാകുന്ന അവസാനത്തെ വരാനിരിക്കുന്ന ആള് വരെ അൽഖമ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് എങ്ങനെ വിലയിരുത്തുന്നത്? നാണം കെട്ട മനുഷ്യൻ അല്ലേ? എന്തേ സംഭവിച്ചേ? സക്കറാത്തിന്റെ സമയമായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബാക്കളെ ചെന്ന് നോക്കിയപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റണില്ല, കിടന്നു വലിക്കുകയാണ്. ഓടി വന്നു, നബിയെ അൽഖമയ്ക്ക് കലിമ ചൊല്ലാൻ പറ്റുന്നില്ല. നബി തങ്ങൾ അന്വേഷിച്ചത് ഏതെങ്കിലും ജമാഅത്തിൽ മുടക്കം വരുത്തിയോന്നല്ല, ഏതെങ്കിലും സുന്നത്ത് ഒഴിവാക്കിയോന്നല്ല. നബി തങ്ങൾ അന്വേഷിച്ചു, അൽഖമയ്ക്ക് മാതാവോ പിതാവോ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ? വിവരം കിട്ടി, ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. സഹാബാക്കൾ 4 ഭാഗത്തേക്കും പറഞ്ഞയച്ചു, ആളെ പിടികിട്ടി. ഉമ്മാനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ചോദിച്ചു, നിങ്ങൾ അൽഖമയുടെ മാതാവാണോ? നിങ്ങൾ അൽഖമയുടെ മാതാവാണോ? ആ ഉമ്മ പറഞ്ഞു, ഞാൻ അൽഖമയുടെ മാതാവാണ് നബിയെ. നിങ്ങളും മോനും തമ്മിലുള്ള അവസ്ഥ എന്താണ്? അല്ലാഹുവിന്റെ റസൂലേ, അവനക്ക് എന്നോട് വലിയ കാര്യമായിരുന്നു. പക്ഷേ അവൻ വിവാഹിതനായി അവന്റെ ഭാര്യ വന്നതിന്റെ ശേഷം ഞാനൊരു അധികപ്പറ്റാണെന്ന് അവനക്ക് തോന്നി. ഞാനപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുത്തു, പീഡിയത്തിനൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ദുസ്വഭാവം ഇതാ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവർക്ക് നോമ്പ് പിടിക്കേണ്ട ആവശ്യമില്ല. നാണം കെടുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ മാതാവ് പറഞ്ഞു, ഞാൻ ഒരു അധികപ്പറ്റാണെന്ന് തോന്നി എൻ്റെ മോന്, ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുത്തു നബിയെന്ന്. ഇന്നും അങ്ങനെയുള്ള ചില മാതാപിതാക്കൾ ചില സ്ഥലത്തൊക്കെ പോയി താമസിക്കുന്നുണ്ട്. അവരുടെ ചോര നീരാക്കി അവർ പടുത്തുണ്ടാക്കിയ വീട്, ഒരു കട്ടൻ ചായ പോലും കുടിക്കാൻ എക്കടയിലിരിക്കുന്ന പൈസ എടുക്കാതെ, കാരണം ആ പൈസ എടുത്താൽ എൻ്റെ കുഞ്ഞുങ്ങളുടെയും ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. അങ്ങനെ പച്ചവെള്ളം ഇറക്കി, വല്ല തുപ്പുനീരിറക്കി, അങ്ങനെ നമ്മുടെ പഴയ ശൈലി, തുപ്പുനീരിറക്കി ഒരിറക്ക് കട്ടൻ ചായ പോലും മേടിച്ചു കുടിക്കാതെ ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് ഞാൻ ഇന്ന് ഈ കുടുംബത്തിൽ അധികപ്പറ്റാണെങ്കിൽ എൻ്റെ മോൻ ഞാൻ കാരണം വിഷമിക്കണ്ട, എൻ്റെ മോള് ഞാൻ കാരണം വിഷമിക്കണ്ട, ഞാനങ്ങ് മാറിയേക്കാം. ഭയങ്കര സൂക്ഷിക്കണം ഇതൊക്കെ. ഈ സഹാബിയുടെ ഉമ്മ അങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പോഴാ ഓർഡർ ഇട്ടത് സഹാബാക്കൾ, വിറകുണ്ടാകും. വലിയ ചരിത്രമല്ലേ? നബി തങ്ങളോട് ചോദിച്ചു, ഉമ്മ എന്തിനാണ് റസൂലുള്ളാഹി വിറക്? നിങ്ങളുടെ മകനെ അള്ളാഹു ഒരുക്കിയിരിക്കുന്നത് കഠോരമാകുന്ന ശിക്ഷയാണ്. ആ ശിക്ഷയ്ക്ക് എന്തെങ്കിലും ഒരു ഇളവ് കിട്ടട്ടെ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവനെ പച്ചയായി കത്തിക്കാനാണ്. ഒരു ഉമ്മാക്ക് സഹിക്കുവോ? അപ്പ പൊട്ടിക്കറിഞ്ഞ് നെഞ്ചത്ത് കൈവച്ചോണ്ട് പറഞ്ഞു, പൊന്നാര നബിയെ, ഞാൻ എൻ്റെ പിള്ള എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനത് മാപ്പാക്കി റസൂലുള്ളാഹി. അപ്പോഴാ വിട്ട ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സംഘത്തിന് പോയി നോക്ക്.
വീടിന്റെ പടിക്ക ചെല്ലുമ്പോ കേൾക്കാം അകത്തു നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു പോയി ഉമ്മാനെ വേദനിപ്പിച്ച മകനാണ് അൽഖമ. നാണം കെട്ടില്ലേ? ഒരു സഹാബി ഇതുപോലെ നാണം കെട്ടെങ്കിൽ പൊന്നാര നബി തങ്ങളുടെ തിരുനാവ് കൊണ്ട് പ്രഖ്യാപിച്ചത് ഉമ്മാനെ ഉപ്പാനെ വേദനിപ്പിച്ച മക്കൾ ദുനിയാവിൽ നാണം കെടും. അതുകൊണ്ട് ബഹുമാനികളെ, ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കേണ്ടൊന്നും കാര്യമില്ല. പരിശുദ്ധ ഖുർആനിലൂടെ ആർക്കെങ്കിലും ദുആറക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉമ്മാക്കും ഉപ്പാക്കുവാ. റബ്ബിർഹമുമാ കമാ റബ്ബയാനി സഗീറ. നിങ്ങൾക്ക് വേറെ ഒന്ന് കാണിച്ചു തരാമോ? ആർക്കെങ്കിലും വേണ്ടി ദുആറക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രമേ. അതാണ് ഒന്നാമത്തേത്. ആഖുൽ ലിവാലിദൈ, ഉമ്മാനെ ഉപ്പാനെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് ലൈലത്തുൽ ഖദർ ഇല്ലാ നബിയുനാ റസൂലുള്ളാഹി. എന്തോ അതിനെപ്പറ്റി ബന്ധപ്പെടുത്തി ധാരാളം പറയാം. ഉമ്മാനെയും ഉപ്പാനെയും വേദനിപ്പിക്കുന്ന മക്കൾക്കുള്ളതായ ദുരിതത്തിനെയും വിഷമത്തിനെയും സംബന്ധിച്ചുകൊണ്ടിട്ട് ഹദീസുകളും ആയത്തുകളും ഇങ്ങനെ ബന്ധപ്പെടുത്തുമ്പോൾ അവിടെ എല്ലാം നേരെ പോയി മുട്ടും. എങ്ങോട്ട്? അവർക്കൊന്നും ജിബ്രീലിന്റെ സാന്നിധ്യം കിട്ടിയിട്ടില്ല. അത് തന്നെ കാരണം. രണ്ടാമത്തേത് ഖാത്തിഉർ റഹ്മിൻ നബിയുനാ റസൂലുള്ളാഹി, കുടുംബ ബന്ധം മുറിച്ചവർ. ഇന്ന് വ്യാപകമായി കാണുന്ന ഒരു സ്വഭാവമാണ്. ലാ യദ്ഖുലുന്നൽ ജന്നത ഖാത്തിഉൻ നബിയുനാ റസൂലുള്ളാഹി, കുടുംബ ബന്ധം മുറിച്ചവർക്ക് സ്വർഗ്ഗപ്രവേശനം ഇല്ല. ഇല്ലാത്തെന്തുകൊണ്ട്? നേരത്തെ സൂചിപ്പിച്ചു തന്നെ. ഇത്രയും വലിയ മാലാഖമാരുടെ സാന്നിധ്യം ലഭിക്കുന്നില്ല. അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾ സൂക്ഷിക്കണേ, കുടുംബ ബന്ധം മുറിക്കരുതേ. ഖുർആനിന്റെ താക്കീത് അതൊക്കെ. ഇന്നത് വ്യാപകമാണ്. ഒരല്പം സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ ഇത്തിരി വർത്താനം പറയാനുള്ള കഴിവോ അല്ലെങ്കിൽ ഇത്തിരി ആരോഗ്യം കൂടുതലോ എന്തെങ്കിലും ഒന്ന് വന്നാൽ പിന്നെ ജ്യേഷ്ഠൻ അനുജൻ ജ്യേഷ്ഠത്തി അനുജത്തി ആങ്ങള പെങ്ങള അങ്ങനെയുള്ള ബന്ധം. സ്വന്തം ജ്യേഷ്ഠന് പറയണം ഇയാളെ പണിയോ കൊടുക്കും, ഇയാൾക്ക് കാറുണ്ടെങ്കിൽ എനിക്കുണ്ട് കാറ്, ഇയാൾക്ക് മണിവാളിക ഉണ്ടെങ്കിൽ എനിക്കുണ്ട് മണിവാളിക, എൻ്റെ ഉണ്ട്. പൈസ വന്നു കഴിയുമ്പോഴുള്ള വർത്താനങ്ങളാ, ശൈലി മാറുക. ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. വലിയൊരു പരീക്ഷണമാണ്. കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ മുറിയുന്നതിനെ കൂട്ടിയണക്കാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് സാഹിബ് പറഞ്ഞത് ഇന്നലി അയ്യാലു നബി, എനിക്കൊരു കുടുംബക്കാരുണ്ട്, യഖ്തഊനി, എന്നോട് അവർ കുടുംബം മുറിക്കുന്നു, ഞാൻ അവരോട് കുടുംബം ചേർക്കുന്നു. എന്നെ എത്രയെല്ലാം ഉപദ്രവിച്ചാലും ഞാൻ അങ്ങോട്ട് ഉപദ്രവിക്കണില്ല, അങ്ങോട്ട് ഞാൻ പരമാവധി ചേർക്കാനുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ അവരെന്നെ ഉപദേശിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു നിന്റെ സ്വഭാവം നീ എത്ര കാലം നിലനിർത്തുന്നു അത്രയും കാലം നിനക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രത്യേകമായ സഹായത്തിന് അള്ളാഹു മാലാഖമാരെ നിയമിച്ചു തരും. നീ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും, അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കൊണ്ട് വലിയൊരു പരീക്ഷണം ഇപ്പൊ ഇത്. കുടുംബ ബന്ധങ്ങൾ മുറിക്കുക. എത്രയോ സംഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്നറിയോ? അത് നമ്മൾ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വഴുന്ന് തീരൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത് ഞാൻ എണ്ണി പറഞ്ഞു പോവുകയാണ്. മൂന്നാമത്തേത് മുദ്മിനു ഖംറിൻ നബിയുനാ റസൂലുള്ളാഹി, ലഹരിയുമായി ബന്ധമുള്ളവർ രക്ഷയില്ല. ബറാത്ത് വരാൻ പോണു, ബറാത്ത് വരേക്ക് നീക്കിക്കണ്ട. നാളെ ജീവൻ പോവുകയാണെങ്കിൽ ഇന്ന് തീർക്കേണ്ട കേസുകളാണ് ഇതൊക്കെ. ഏതെങ്കിലും ലഹരിയുമായി ബന്ധമുള്ളവർക്ക് രക്ഷയില്ല. അതിന് ബ്രാൻഡി ബിസ്കിയും പിന്നെ ബ്രൗൺ ഷുഗറും കാര്യങ്ങളൊന്നും ആയിക്കൊള്ളുന്നില്ല. ലഹരിക്ക് വേണ്ടി എന്തെല്ലാം ഉപയോഗിക്കുന്നു? കുല്ലു മുസ്കിരിൻ ഖംറും വ കുല്ലു ഖംറിൻ ഹറാം. ലഹരിയുണ്ട്, ലഹരിക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ഉപയോഗിക്കുന്നു അതിൻ്റെ എല്ലാം പേര് കള്ളാണ്. ഇന്ന് നിങ്ങളെടുത്ത് നോക്കി, ഈ ദുസ്വഭാവങ്ങളും ദുർനടപടികളും എല്ലാം ഈ സമുദായത്തിൻ്റെ കയ്യിൽ നിന്ന് പോയതുള്ളൂ. മയക്കുമരുന്ന് വേട്ട എന്ന് പറഞ്ഞുകൊണ്ടിട്ട് പേപ്പറിൽ വാർത്ത വന്നാൽ എടുത്തു നോക്കിയാൽ നമ്മുടെ പിള്ളേരെ ഏറ്റവും കൂടുതൽ പേരെടുത്തു നോക്കി. ഇപ്പം കിലോ കണക്കിനാണ് പിടിച്ചോണ്ടിരിക്കണം. ഇന്നലെയും പത്രത്തിൽ കണ്ടു എത്രയോ കിലോ തൂക്കെഴുതിയുണ്ട്, കിലോ കണക്കിന്. അതിൻ്റെ 2 ദിവസം മുമ്പ് കണ്ടു കൊച്ചിയിൽ എന്തുട്ടാ ഏതാണ്ട് ഒരു ഇംഗ്ലീഷിൻ്റെ 2-3 അക്ഷരം കണ്ട്, LCD LCCയോ ഏതാണ്ട് 3 അക്ഷരം. ഇത് വളരെ കുറഞ്ഞാന്നാ പറയണേ. ഈ കള്ളും കഞ്ചാവൊന്നും വിളിക്കാൻ വേണ്ടി കുപ്പിയൊന്നും മേടിച്ചോണ്ടൊന്നും പോകണ്ട. ഈ പിള്ളേരെ തന്നെ പിന്നെ പോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കും, എന്നിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് നാക്കിലേക്ക് വയ്ക്കുമെന്ന. ഒരു പ്രാവശ്യം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വളരെ സുഖ. രണ്ടാമത് കൃത്യ സമയമാകുമ്പോൾ വീണ്ടും ആവശ്യപ്പെടും.
രണ്ടാമത്തെ ദിവസം വാങ്ങി വയ്ക്കും. മൂന്നാമത്തെ ദിവസം കൂടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്തായി എന്നാണ്. അത് ഏറ്റവും കൂടുതൽ കലാലയങ്ങളിൽ നടക്കണം. അപ്പോൾ നമ്മുടെ സ്കൂളിലും നമ്മുടെ കോളേജിലും നമ്മുടെ മറ്റുള്ള കലാലയങ്ങളിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുക. രക്ഷയില്ല ബഹുമാനികളെ. വലാ തശ്റബുൽ ഖംറ ഇന്നഹു റഅസ കുല്ലി ഫാഹിഷത്ത്. എല്ലാ തിന്മയും പറഞ്ഞത് അവിടെ നിന്നാണ്. സ്വന്തം മാതാവിനെ കൊന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം പിതാവിനെ അടിച്ചു കൊന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ ഇടയിലൊക്കെ. ഇവിടെ നമ്മുടെ അടുത്ത നാട്ടിൽ തന്നെ വാപ്പാനെ തല്ലിക്കൊന്നില്ല ഒരു ചെറുക്കൻ. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. എല്ലാം അടിസ്ഥാനം എടുത്ത് നോക്കുമ്പോൾ ലഹരിയായി. ഇപ്പം ഇതുമായി ബന്ധമുള്ളവർ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് രക്ഷയില്ല. അപ്പം ലഹരിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമല്ല, എല്ലാം ലഹരിയാ. ബീഡി ലഹരി, സിഗരറ്റ് ലഹരി, പുകയില ലഹരി, പാൻപരാഗ് ലഹരി, ബ്രാൻഡി, വിസ്കി, ബ്രൗൺ ഷുഗർ, ഹഷീഷ്, എല്ലാം ലഹരി. ഒക്കെത്തിനും പിന്നെ അല്പം ദർജ കുറവുണ്ടെന്ന് മാത്രം. ബീഡി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവരും ഉപയോഗിക്കണമല്ലോ ആവശ്യമില്ല. ഇറക്കാം അതിനകത്താകാൻ വല്ല ലഹരി ഉണ്ടോ എന്ന് ചോദിക്കും ചിലർ. സിഗരറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവരും ഒക്കെ വലിക്കണല്ലേ, അതിനകത്തൊക്കെ ലഹരി ഉണ്ടോ? എന്നാ വേണ്ട, ലഹരി ഇല്ലാന്ന് നമ്മളും അംഗീകരിക്കണം. ദാഹിച്ചിട്ട് നിർത്തില്ലോടെ അങ്ങനെ തൊണ്ട വരണ്ട് ഉണങ്ങിയില്ല, ഒരു വീടിയും കട്ടിക്കുക. ദാഹം മാറാൻ അല്ല, നിങ്ങളെ ആരെങ്കിലും എവിടെയുണ്ട് ഇരിക്കണവരാരും ഇപ്പം ഒന്നും വലിക്കണവരില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വീടി വലിക്കണ ആൾ ചോദിക്കണ കേട്ടുണ്ടോ? ദാഹിച്ചിട്ടായിലൂടെ അങ്ങനെ ഒരു വീടിയും കട്ടിക്കുക പറഞ്ഞ കേട്ടുണ്ടോ? അല്ലോ വിശന്ന് കുടല് കരിഞ്ഞ് മണം വന്നു തുടങ്ങിയില്ലോടെ അങ്ങനെ സഹിക്കാൻ പറ്റണില്ലോ വിശപ്പ്, ഒരു സീറ്റ് കട്ടിക്കുക. അപ്പൊ ദാഹം മാറാൻ ബീഡി വലിക്കണില്ല, വിശപ്പ് മാറാനും ബീഡി വലിക്കണില്ല, പിന്നെ എന്തിനാ? അതിന്റെ പേരായി ലഹരിന്ന്. ബദറുദ്ദീൻ ഹാജി ഇവിടെ എല്ലോടി കമ്പനി ഇവിടെയൊക്കെ വന്ന് പിരിച്ചില്ല നമ്മളൊക്കെ അങ്കമാലി പള്ളിക്ക് വേണ്ടി. അൽഹംദുലില്ലാ നിങ്ങളൊക്കെ തന്നതും കൊടുത്തതും ഒക്കെ. ഈ അടുത്ത ദിവസം വരെ സ്ഥലം അടുത്ത ആളിൽ ഒരു 2-3 വർഷം നമ്മുടെ വാമ്പള്ളി വല്യാജിയുടെ അടുത്തു നിന്നൊക്കെ ഒന്നും അല്ല ഫോൺ ചെയ്തോളൂ ഒക്കെ കൊടുത്തയച്ചു. അംസ ഹാജി, അതുപോലെ നിങ്ങളൊക്കെ ഇവിടെ പള്ളിയിലൊക്കെ വന്നിട്ട് ആചാരെ ഞാനിങ്ങനെ സംസാരിച്ചിട്ട് തോർത്ത് കാണിച്ചതൊക്കെ ഓർക്കണ്ടോ? ആ മൂപ്പര് തോട്ടക്കാട്ടെ പള്ളിപ്പറമ്പിൽ കിടക്കുക. അൽമൗതു ബാബും വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഅരിയ ബഅദൽ മൗതി മദ്ദാറു അദ്ദാറു ദാറു നഈമിൻ അമിൽത ബിമാ. എല്ലാവർക്കും കടക്കേണ്ട ഒരു വാതിലാണ്. കടന്നു പോയവർ മാത്രമല്ല നമുക്കും കടക്കാനുള്ളതാണ്. ഒന്ന് ചിന്തിക്കണ്ടോ മാനികളെ ഇതിനെ സംബന്ധിച്ചൊക്കെ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മനക്കോട്ട കെട്ടുന്നു. നമ്മുടെ ആ താട പിടിച്ച് നെറുകയിലേക്ക് കെട്ടുന്ന രംഗം, നമ്മളെ ആ വെള്ളത്തുണി ഇട്ടിട്ട് മൂടുന്ന രംഗം, നമ്മളെ എല്ലാവർക്കും കാണാൻ പാകത്തിലുള്ള ആ റൂമിനകത്ത് അല്ലെങ്കിൽ ഹാളിനകത്ത് കട്ടിലെ കൊണ്ടുവന്ന് കിടത്തുന്ന രംഗം, നമ്മളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രംഗം, കുളിപ്പിക്കാൻ വേണ്ടി മക്കള് വെള്ളം ഒഴിക്കുന്ന രംഗം, അങ്ങനെ നമ്മളെ പൊതിഞ്ഞു കെട്ടുന്ന രംഗം, അവിടുന്ന് മയ്യത്ത് കെട്ടിലേക്ക് വെച്ചിട്ട് യാസീൻ ഓതുന്ന രംഗം, അവിടെ നിന്ന് അങ്ങനെ നമ്മളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗം, അവിടെ വെച്ച് എല്ലാവരും നിസ്കരിക്കുന്ന അവസ്ഥ, അവിടെ നിന്ന് ആ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ, താഴത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥ. ബഹുമാനികളെ ആരുണ്ട് ഇപ്പൊ ഇതൊക്കെ ചിന്തിക്കാൻ? എന്നാൽ ഇതല്ലേ ഒരു പരമാർത്ഥം. നമ്മളെന്താ ആലോചിക്കുന്നത്? ഇതിപ്പോ 2021 മാർച്ചായി. അടുത്ത 2022 മാർച്ചിലേക്ക് ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീടിന്റെ പണി പൂർത്തിയാവുള്ളൂ. നമ്മൾ കണക്കൂട്ടുന്നത് അതല്ലേ? ഇതാണോ നടക്കുന്നത് ബഹുമാനികളെ? നടക്കുന്നത് മറ്റതല്ലേ, യഥാർത്ഥ്യമല്ലേ? തയ്യാറായിക്കോ, ഒരുങ്ങിക്കോ. അലിയാർ ഞങ്ങളെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പറഞ്ഞു, അൽ മൗതു ബാബും വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഅരിയ ബഅദൽ മൗതി മദ്ദാറു. മരണം എന്നുള്ളത് എല്ലാവർക്കും കടക്കാനുള്ള വാതിലാണ്. എല്ലാവരും കടന്നേ പറ്റും. പക്ഷെ ആ വാതിക്കെ കൂടെ കടക്കുന്നതിനല്ല ഞാൻ ഭയപ്പെടുന്നത്, കടന്നാൽ എനിക്ക് എവിടെയാണ് കിടക്കാനുള്ള വീടെന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ അസ്വസ്ഥതപ്പെടുന്നത്. എനിക്ക് കിടക്കാനുള്ള വീടെന്താ? വീടെന്ന് ഞാൻ മനുഷ്യനെ പറ്റിയല്ല ചിന്തിക്കുന്നത്, ഖബറിനെ പറ്റി. ഒന്നുകിൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഫറത്തും മിൻ ഉഫ്രിൻ നാർ. ഒന്നുകിൽ സ്വർഗത്തിന്റെ തോപ്പ് അല്ലെങ്കിൽ നരകത്തിന്റെ കുണ്ടി. ഇത് ഏതായിരിക്കും? നിങ്ങളപ്പോ അതിന് മറുപടി കൊടുക്കാണ്. ആര്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല തൊട്ടടുത്തിരുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത് നല്ല സന്തോഷത്തിന്റെ വീടാണ്. നിങ്ങൾ അല്ലാഹുക്ക് പൊരുത്തപ്പെട്ട നിലയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ സ്വർഗത്തിലാണെന്ന് നബിത്തങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞ ഒരാളോടെ ഇപ്പൊ ഇത് പറയുന്നത്. ആര്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല. അബൂബക്കറും ഫിൽ ജന്നാന്ന് നബീന റസൂലുള്ളാഹി. അവരുടെയൊക്കെ പിൻഗാമികളാണ് നമ്മൾ. നമ്മുടെയൊക്കെ അവസ്ഥ എന്താ ബഹുമാനികൾ?
എത്ര ആളുകൾ പോയി സഹോദരന്മാരെ സഹോദരിമാരെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇവിടെ ശ്രദ്ധിക്കും. അപ്പോൾ എന്താ ബദറുദ്ദീൻ ഹാജിനെ പറ്റി? ബദറുദ്ദീൻ ഹാജിയുടെ കമ്പനിയിലേ ഞങ്ങൾ ചെല്ലുമ്പോൾ കാണാം ഈ കുഞ്ഞീശോ ചേട്ടൻ്റെ മക്കള് ഇങ്ങനെ കൈ ഇങ്ങനെ ഇടന്ന് വിറയ്ക്കും. അപ്പോൾ ആചാര്യ ഉസ്താദേ കണ്ടോ അവൻ്റെ കൈ ഇടുന്ന് കാണിക്കണുണ്ടോ? തോമാസിൻ്റെ കൈ ഇടുന്ന് കാണിക്കണുണ്ടോ? എന്താ അവന് കഞ്ഞാളം കുടിക്കാൻ നേരമായി. കഞ്ഞാളം കുടിക്കുന്ന സമയമായാൽ പിന്നെ അവനക്ക് ഇങ്ങനെ വിറക്കലാണ്. ഇതിന് ആചാര്യയിൽ നിന്ന് പൈസ മേടിക്കാൻ വേണ്ടി വന്നിരിക്കണേ. ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് കൈ. ഈ പൈസ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ പോണത് ഷാപ്പിലേക്കാണ്. കാരണം എന്താ, ആ ടൈം ആയി കഴിഞ്ഞാൽ രക്ഷയില്ല. ഇത് തന്നെ ബീഡിയുടെ സൂക്കേട്. ബീഡി വലിക്കേണ്ട സമയം കൂടെ ആയാണ്ടല്ലോ പിന്നെ അത് എങ്ങനെയാലും വേണ്ട എവിടെന്നെങ്കിലും മേടിച്ച് വലിച്ചേ പറ്റൂ. അതാണ്, അതിനൊരു ലഹരിയുണ്ട്. അതാണ് ബീഡി. സിഗരറ്റും അതുപോലെ തന്നെ ഒരു ലഹരിയുണ്ട്. അതാണ് ബീഡി. ചെയ്യാത്തവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ കാണാം ലഹരി ഉണ്ടോ ഇല്ലയോ എന്ന്. എന്താ ചിരിക്കണമെന്നോ? 11ാമത്തെ വയസ്സിൽ എൻ്റെ മൂത്താപ്പാടെ മോൻ എന്നെ കൊണ്ടൊരു വീഡിയോ ഒലിപ്പിച്ചു. ഞാൻ ഇന്നും ഓർക്കേണ്ടത്. മുള്ളൂർ ചന്ദനക്കുടത്തിന് പോയി. ഇപ്പം ഈ ചന്ദനക്കുടമൊക്കെ ഇപ്പം എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? മൂത്താപ്പാടെ മോനാ. മൂപ്പരുണ്ട്, ഇപ്പോൾ ഹയാത്തിലുണ്ട്. ഒരു പാക്കറ്റ് ദിനേശ് വീഡിയോ തീപ്പെട്ടി മേടിച്ച് മൂപ്പര് പോക്കറ്റിലിട്ടു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു മതിലിൻ്റെ മുകളിൽ എന്നെ കയറ്റി അവിടെ ഇരുത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാക്കെ ഇത്രയും മുകളിൽ കയറുന്നെന്ന് ചോദിച്ചു. നീ കൂടെ കയറി വന്നു പറഞ്ഞു. അങ്ങനെ കയറ്റി ഇരുത്തിയിട്ട് മൂപ്പര് കാണിച്ചു വന്നത് ആന ഇരിക്കണുണ്ടോ ചുറ്റുവട്ടം കെട്ടി പോവാ. അതിൻ്റെ അപ്പുറത്തൊരു ചെറിയ വിളക്കിരിക്കണമുണ്ട്. അപ്പോൾ കറണ്ടൊന്നും ഇത്ര വ്യാപകമായിട്ടുള്ള കാലമല്ല. എനിക്കന്ന് 11 വയസ്സാണ്. അവിടെ അരിക്കിരാമ്പിരിക്കണുണ്ടോ എന്ന് ചോദിച്ചു. പോവാന്ന് പറഞ്ഞു. അവിടെയാണ് ഈ കഥനയ്ക്ക് വെടി കൊടുക്കാൻ പോണത്, തീ എത്തിക്കാൻ പോണത്. കഥനയ്ക്ക് തീ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ ആന ഇരിക്കണുണ്ടോ? ആന ഓടും. ആന ഓടുമ്പോൾ ആൾക്കാരെ ചവിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബഹളാവും. ഇതെല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന് സുരക്ഷിതമായിട്ട് കാണാം. ഞാൻ അതിനാണ് നിന്നെ ഈ മോളി കയറ്റിയിരുത്തിയെന്ന്. അപ്പം അങ്ങനെ സുരക്ഷിതമായ സ്ഥലത്ത് ഇരുത്തിയിട്ട് പിന്നത്തെ അടുത്ത പുള്ളിയുടെ പണി എന്താണെന്നറിയോ? മറ്റത് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഓർണത്തിന് മുമ്പിലെ തീയം കൊടുത്തിട്ട് എന്നോട് പറഞ്ഞേ പയ്യും മയൊന്നും കാണൂല്ലോ, നീ ഒന്നും വലിച്ചോളാൻ പറ്റോളാം. എനിക്കിത് പരിചയമില്ല. മൂപ്പല ചുണ്ടത്തേക്ക് വെച്ചിട്ട് തീയൊക്കെ തന്നിട്ടൊന്ന് ശരിക്കും വലിക്കാൻ ഒറ്റ വലിക്കുക. അല്ലാഹു അക്ബർ. ചുമയുടെ ചുമ. അപ്പോഴാ മൂപ്പര് ഞാൻ അത്ര കട്ടിക്ക് വലിക്കണ്ടെന്നു. ഇത്ര കട്ടി കുറച്ച് വലിച്ചാൽ മതി. ഞാൻ സംഗതി കട്ടി കുറച്ചൊക്കെ വലിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിലും ഞാൻ ചോദിച്ചു ഈ ആന ഓടണ്ടോക്കാന്ന് ചോദിച്ചു. എന്ത് ആന? നീ അതിങ്ങോട്ട് തന്നേരുന്നു. അപ്പോൾ കാരണം എന്താ, എനിക്ക് തലക്കറങ്ങി തുടങ്ങി. നീ അതിങ്ങോട്ട് തന്നേരുന്നു എന്നിട്ട് മൂപ്പര അത് കുത്തി കടത്തിയിട്ട് ഇങ്ങനെ ചെവിയുടെ ഇടയിലേക്ക് എന്താ വേറെ മൂപ്പര വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിച്ചു കഴിഞ്ഞിട്ട് ഇത് ഉള്ളിലേക്ക് വലിക്കാൻ വേണ്ടി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്നൊരു വീഡിയോ വലിച്ചവർക്കുണ്ട്. ഫുൾ വലിച്ചില്ല, 4 വലിയ വലിച്ചോളൂ. അപ്പോഴത്തേക്ക് എനിക്ക് കയറി പോലെ വായിലിടാത്ത ആളുടെ വായിൽ നിങ്ങൾ ഇച്ചിരി പോലെ ഇട്ട് കൊടുത്തു നോക്കി. കാക്ക ഇതൊന്ന് വായിലിട്ട് ഇച്ചിരി ഒന്ന് ചക്കാൻ പറഞ്ഞൊന്ന് ഇട്ട് കൊടുത്തു നോക്കി. കുറച്ച് ചവച്ച് കഴിയുമ്പോൾ കാക്ക അവിടെ ഇരിക്കും. എൻ്റെ കാക്ക ഇരിക്കണേന്ന് എനിക്ക് ചോദിക്കും. ഇയാൾ വേർക്കുകയാണ്. എൻ്റെ ഒരു ഗ്ലാസ് വെള്ളം തട്ടിക്കാൻ ഒരു ശകലം പോലെ വായിലിട്ടുള്ളൂ. എന്നാൽ സ്ഥിരം വായിൽ നിറച്ചിട്ട് ചവക്കണവർക്ക് വല്ല കുഴപ്പമുണ്ടോ? അതെന്തേ? ലഹരിയായിട്ടാണെങ്കിൽ. ബീഡി സ്ഥിരം വലിക്കുന്നവർക്ക് വല്ല കുഴപ്പമുണ്ടോ? ലഹരിയായിട്ടാണെങ്കിൽ. പടച്ചവനെ ഓർത്ത് ഞാൻ പറയാ, എന്തായാലും ഇത്രയും കാലമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഈ ഇരിക്കണവരോടല്ലേ പറഞ്ഞേ, ആ കലങ്കിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട് കേൾക്കാൻ. ഞാൻ അവരോട് പറയാ, പടച്ചവനെ ഓർത്ത് ഇത്രയും നാളുമൊക്കെ ചെയ്തു, ഇനി അത് വേണ്ടാന്ന് വെക്കും. അതാണ് മുദ്മിനു ഖംറിൻ. ഒന്നാമത്തേത് മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കള്, രണ്ടാമത്തേത് കുടുംബ ബന്ധം മുറിച്ചവര്, മൂന്നാമത്തേത് ലഹരിയുമായി ബന്ധമുള്ളവര്, നാലാമത്തേത് മുശാഹിനുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി, വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നവർ. തമ്മിൽ പിണങ്ങിയിട്ടുണ്ടോ? ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക 3. 3 ദിവസത്തിൽ കൂടുതൽ ഒരാൾക്ക് പിണങ്ങിയിരിക്കാൻ അനുവദനീയമല്ല. നബി തങ്ങൾ പറയാണ്, മനുഷ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ കാരണങ്ങളെ കൊണ്ടിട്ട് പിണങ്ങാം. മാക്സിമം മിണ്ടാതിരിക്കേണ്ടത് 3 ദിവസം. 3 ദിവസത്തിന്റെ മുകളിൽ പിണക്കം നിങ്ങൾ നിലനിർത്തുകയും 2-ൽ ഒരാൾ മരിക്കുകയും ചെയ്താൽ 2 നരകത്തിലാണെന്ന് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. വലിയ ഗൗരവമുള്ള കാര്യം ഇത്. 2-3 ദിവസത്തിൽ കൂടുതൽ പിണക്കം മുന്നോട്ട് നീങ്ങി ഈ ലൈലത്തുൽ ഖദ്ർ കണ്ടുകെട്ടേണ്ട സാഹചര്യം വന്നു, കണ്ടുകിട്ടിയില്ല, സംഗതി ക്ലോസ്. അത് തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും പാർട്ടിയും ബന്ധപ്പെട്ടിട്ടില്ല. അവരുടെ ഇബാദത്ത് നമുക്ക് ഔദാര്യമായിട്ട് ലഭിച്ചില്ല. നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ബഹുമാനികളെ, പിണങ്ങിയവരൊക്കെ ഒന്ന് ഇണങ്ങ്. എന്താ ഇപ്പം ഇന്നത്തെ അവസ്ഥ? കാര്യം നിസ്കരിക്കാനൊക്കെ പള്ളി ഇറച്ചൊക്കെ ആൾക്കാർ വന്നുണ്ട്. സഫായിട്ട് ഇങ്ങനെ നിൽക്കണ്ടാവും.
നമ്മുടെ കുരിയമ്പലത്ത് ഉണ്ണിക്കോയത്തങ്ങളുണ്ട്. അള്ളാഹു താല ആഫിയത്തോടുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പോയി കാണാറുള്ളതാണ്. തങ്ങളൊരിക്കലും പറഞ്ഞു വിട്ടത്തെ പറയും, എൻ്റെ മാവിലേരെ നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ സഫായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പുറകെ ചെന്നിട്ട് ആ സഫ് ആ അറ്റം മൂലയ്ക്ക് ഇങ്ങനെ ഓരോന്നിനെ ഇങ്ങനെ ഞങ്ങൾ നോക്കണം. അപ്പോൾ അറ്റം മൂലൊക്കെ മൂർക്കൻ, പിന്നെ മുല്ലാന്തി മൂർക്കൻ, പിന്നെ ചേര, വളവളപ്പൻ, നീർക്കോലി, പിന്നെ കീരി, പിന്നെ കഴുത, പിന്നെ കുറുക്കൻ, ചെന്നായ ഒക്കെ തമ്മിലെതിരാ. അതിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, നാളെ മഹ്ശറയിൽ നിങ്ങളെ കൂട്ടം കൂട്ടമായി ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ചിലത് വരുന്നത് കുരങ്ങന്റെ ശൈലിയില്, ചിലത് വരുന്നത് പട്ടിയുടെ ശൈലിയില്, ചിലത് വരുന്നത് പിന്നെ കുറുക്കന്റെ ശൈലിയില്, ഓരോന്നും ഓരോ ശൈലിയിൽ. ഇവിടെ ജീവിച്ച ശൈലി ഏതാണോ ആ ശൈലിയിലാണ് നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അതുകൊണ്ട് ഹൃദയമൊക്കെ അങ്ങോട്ട് തുറന്നു കളാം. പുറകിൽ നിന്നിട്ട് ഇങ്ങനെ സഫ് കിട്ടി ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ അവിടെ നോക്കണമെന്ന് വിലയിരുത്തണം. അങ്ങനെയല്ല വേണ്ട, കൽബുകൾ തമ്മിൽ അടുക്കണം, പിണക്കങ്ങളൊക്കെ മാറണം. എന്തിനാ അവമാനികളെ പിണക്കം വെച്ചോണ്ട്? നമ്മുടെ ജനാസയ്ക്ക് അവിടെ ഒപ്പം നാളെ വന്ന് കൈയ്യെട്ടാനുള്ളതല്ലേ? ഇതാ സല്ലാൽ മയ്യത്തി അഖലിസ ലഹു ദുആക്കാന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടി ദുആ ഉണ്ടല്ലോ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ നിൽക്കിരിക്കും. ആത്മാർത്ഥമായിട്ട് ദ്വാര നിൽക്കിരിക്കുമോ? നമ്മളുമായിട്ട് നമ്മൾ ഉപദ്രവിച്ച ഒരാൾ നിസ്കരിക്കുമോ? അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹ്മഹു എന്ന് പറഞ്ഞ് നാക്കൊണ്ടിട്ട് പറഞ്ഞാൽ മതിയോ? ഈ സാധുവിനെ നീ പൊറുക്കണേ റബ്ബേ എന്നുള്ള മനസാന്നിധ്യം വരണ്ടേ? അത് വരണമെങ്കിൽ നമ്മളുടെ ഉപദ്രവം ഉണ്ടെങ്കിൽ കിട്ടുമോ? അതുകൊണ്ട് ബഹുമാനികളെ, തമ്മിലുള്ള പിണക്കങ്ങൾ ഇണക്കത്തിലേക്കാക്കുക. എന്തിന്? റമദാൻ മാസത്തിന് സ്വീകരിക്കാൻ. ഇതിനു വേണ്ടിയിട്ട് കമ്മിറ്റിക്കാരെ ഒന്നും കൂട്ടണ്ട, പഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുക്കണ്ട, പോലീസ് ഓഫീസർമാരെ വിളിക്കണ്ട. ഇതാണ് ഇസ്ലാമിന്റെ വിശാലമാകുന്ന വീക്ഷണം. നിങ്ങൾ പിണങ്ങിയവർ ആളുടെ അടുക്കലേക്ക് എന്നിട്ട് ഒറ്റ വാക്ക് അസ്സലാമു അലൈക്കും. അയാൾ നമ്മളെ തെരു പറയുകയാണെങ്കിൽ പെട്ടെന്ന് തടി സലാമത്താക്കിക്കൊള്ളണം. നമ്മളെ എന്നിട്ട് അസ്സലാമു അലൈക്കും പറയാൻ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടൂല. എന്താണ് ഡാഷിന്റെ മോനെ എന്നൊക്കെ. അപ്പം നമ്മൾ ഇത്തിരി അകന്നിട്ട് ചെല്ലാൻ ചെല്ലണം, കയ്യെത്താവുന്നിടത്ത് നിന്ന് ചെല്ലാൻ ചെല്ലണം, ഇത്തിരി അകന്നു ചെല്ലാൻ ചെല്ലണം. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടിട്ട് അനിൽ പറയുന്നത്. UC കോളേജിൽ ഇമാമത്ത്, തോട്ടക്കാട്ടിൽ സദർ, അങ്കമാലിയിൽ കുത്തുബോധൽ, പിന്നെ ഇടയ്ക്ക് ട്യൂഷൻ എടുക്കാനും പോകും, അതിൻ്റെ ഇടയ്ക്ക് വഴന്നു പറയാനും പോകും. ആ കാലഘട്ടത്തിൽ സുബഹിക്ക് ബാങ്ക് കൊടുക്കാൻ എണിച്ചില്ല. UC കോളേജിലെ പള്ളിയിലേ, ഇന്ന് ആ പള്ളിയോടെ നിസ്കാര പള്ളിയാണ്, ചെറിയ പള്ളിയാണ്. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഒരു വാതിലേൽ വന്നിട്ട് ഭയങ്കരമായൊരു മുട്ട് കേൾക്കാം. ഈ കൊട്ട് കേട്ടോണ്ട് ഞാൻ ചാടി എഴുന്നേറ്റു. ഉശിരാരെ വാങ്ങിക്കൊടുത്തു. ഞാൻ പെട്ടെന്ന് ലേറ്റ് ഇട്ട്, അല്ലോ സമയം 3 മിനിറ്റ് 5 മിനിറ്റ് വൈകിയല്ലോ, ഇനിയിപ്പോൾ മൈക്കിൽ കൂടെ കൊടുക്കണ്ട, അല്ലാതെ കൊടുക്കാമെന്ന് തോന്നുന്നു. ഇയാളിതൊന്നും കേൾക്കണില്ല, എന്നെ ചുമ്മാ ചെയ്ത് അറിയാം, വായി തോന്നിയതൊക്കെ പറയാം. എങ്ങാണ്ട് പെണ്ണുമ്പിള്ളേട്ട് വിട്ടിറങ്ങി നിൽക്കണതാണ്. എന്നോടാണ് വൈരാഗ്യം തോന്നുന്നത്. അപ്പോൾ ഇതിങ്ങനെ എങ്ങനെ അവിടെ കുറേ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്നത്തെ പ്രായമല്ലല്ലോ, ഞാൻ ഒരുമാതിരി ഇണക്കൊക്കെ കുറച്ച് അങ്ങോട്ടും പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വാക്ക് കൊടുത്തു, സുന്നത്ത് നിസ്കരിച്ച. അപ്പോൾ കാക്ക അവിടെ ഇരിപ്പുണ്ട്. ഇക്കാമത്തും കൊടുത്തിട്ടിട്ട് ഈ പുള്ളിക്കാരൻ വന്നില്ല. പുള്ളി അവിടെ ഒറ്റയ്ക്ക് കേട്ടു, ഞാനും ഒറ്റയ്ക്ക് കേട്ടു, വേറെ ആളും വന്നുമില്ല. സംഗതി ഇതൊക്കെ കഴിഞ്ഞെങ്കിൽ എനിക്ക് ആകെ ഒരു അസ്വസ്ഥയായി. കാക്കാട്ട് പറയണ്ടായിരുന്നു, അയാൾ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു എന്ന് എഴുതിയപ്പോൾ നമ്മളങ്ങോട്ട് പറയണ്ടായിരുന്നു, അത് പറഞ്ഞത് മോശമായി. ഇതെല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ, ഇത് മനസ്സിലാക്കിയോ? നമ്മളൊരാളായിട്ട് തമ്മിൽ പിണങ്ങിയാലേ ആ പിണങ്ങിയാക്കടെ മനസ്സിലാക്കിയതുണ്ടാവും. അതുപോലെ കുടുംബ ബന്ധത്തിന്റെ അങ്ങനെയൊക്കെ തന്നെയാണ്. നബി തങ്ങൾ പറഞ്ഞെന്താ? നിങ്ങൾക്ക് മനസമാധാനവും ദീർഘായുസ്സും ഒക്കെ വേണോ? ഇത് രണ്ടും ഇല്ലാണ്ടായി പോകുന്നു പിണങ്ങിക്കഴിഞ്ഞാൽ. കുടുംബ ബന്ധത്തിനെ നിങ്ങൾ ഉറപ്പിച്ചോ, കൂട്ടിയണക്കിക്കോ. എന്തിനാ? ദീർഘായുസ് കിട്ടാൻ, ജീവിതത്തിന് സന്തോഷം ഉണ്ടാകാൻ. ഇത് രണ്ടും നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതന്നെ ഇപ്പം എനിക്ക് സംഭവിച്ചു, ആകെ അസ്വസ്ഥ. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം എത്തി. അങ്ങനെ രണ്ടാമത്തെ ദിവസം തീർന്നില്ല, അതിനു മുമ്പ് തന്നെ ഞാൻ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി അവിടെ ഒരു ഹോട്ടലിലാണ് എനിക്ക് ചായ ഏൽപ്പിച്ചത്. അത് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ മൂപ്പര അവിടെ നിന്ന് കൂടെ സൈക്കിളിലും വരികയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല തക്കം, വേറെ ആരുവാണെങ്കിൽ അപ്പുറം ഇപ്പുറം ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ ആ സൈഡിൽ കൂടെ വന്നു, മൂപ്പര് ഈ സൈഡിൽ കൂടെ വന്നു. അപ്പോൾ ഞാൻ പതുക്കെ ആ സൈഡിലേക്ക് വന്നിട്ട് അസ്സലാമു അലൈക്കും. റഹ്മാനായ റബ്ബ്, ഈ പടപ്പ് ചെയ്ത പണിയെന്നറിയോ? 2 ബ്രേക്ക് ഒപ്പം അങ്ങോട്ട് പിടിച്ചിട്ട് ചാടി അങ്ങോട്ട് ഇറങ്ങി സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നോക്കിയപ്പോഴേ സ്റ്റാൻഡിലേക്ക് വെക്കാൻ പോവാ സൈക്കിള്.
ഞാനൊരൊറ്റ പിടൽ വിട്ടിട്ട് പള്ളിയുടെ മുകളിൽ കയറി നിന്നിട്ടാ തിരിഞ്ഞു നോക്കിയുള്ളൂ. ഞാൻ അവിടെ നിന്നത് ശരിയാണെങ്കിൽ, ഈ സൈക്കിളിൽ ഇയാൾ സ്റ്റാൻഡിൽ സൈക്കിൾ വച്ചത് ശരിയാണെങ്കിൽ എനിക്ക് അടി ഉറപ്പാണ്. കാരണം എന്താ, ഇവിടെ ഇന്നലെ സുബിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വന്നിട്ട് ഇപ്പം അവൻ അത്തളാമോളിലേക്ക് നമ്മൾ കളിയാക്കാൻ വന്നേക്കണമെന്ന്. അതാണ് ഇപ്പം അയാൾക്ക് ബോധ്യപ്പെട്ടത്. ഇൽമില്ല, അത് തന്നെ കാര്യം. അപ്പം ഞാൻ പറഞ്ഞ ശരിയല്ല, കയ്യെത്താവുന്നിടത്തിൽ അസ്സലാമലൈക്കും പറഞ്ഞാൽ പറ്റുമോ? ഒരു ഇത്തിരി അകലെ എന്നിട്ട് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നിങ്ങളങ്ങോട്ട് അടുത്തേക്കല്ല. അയാൾ വല്ല ചെറിയ ചീറ്റൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളും മിണ്ടാതെ പോരെ, നിങ്ങളുടെ ഭാഗം ക്ലിയറായി. അവിടെയാണ് കാര്യം. നിങ്ങളുടെ ഭാഗം ക്ലിയറായി, നിങ്ങൾ രക്ഷപ്പെട്ടു, ആ കക്ഷി കഷ്ടപ്പെട്ടു. അയാളുടെ തീർന്നിട്ടില്ല, നിങ്ങളുടെ വഴക്ക് തീർന്നു. അയാൾ വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പതുക്കെ അടുത്തേക്ക് വന്നിട്ട് പിന്നെ ഉള്ളൊരു പണിയും കൂടെ ഉണ്ട്. എന്താ പണി? പിന്നെ അയാളാണ് നമ്മളെ ചീത്തയൊക്കെ പറഞ്ഞേക്കണേ, എന്നാലും നമ്മളങ്ങോട്ട് വരും. പിന്നെ ഞാൻ അന്ന് ഇത്തിരി മോശമായിട്ടൊക്കെ പറഞ്ഞു, വാപ്പാക്കും വിളിച്ചു, ഉമ്മാക്കും ഒക്കെ വിളിച്ചു. എനിക്ക് അന്നേരം ഇത്തിരി പ്രഷർ കയറിയിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അയാളും പറയും, ഞാനും ഇങ്ങനെ ഓർക്കുന്നുണ്ട്, കാക്ക ആരുടെയും പാപ്പാക്കും ഉമ്മാക്കും ഒന്നും ഇതുവരെ വിളിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ എൻ്റെ പാപ്പാക്കും ഉമ്മാക്കും ഒക്കെ വിളിച്ചു. അതെന്താന്ന് ഞാൻ അത് പ്രഷർ കൂടി നിന്ന സമയമായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. ഈ പ്രഷർ ഈ കാര്യത്തിൽ നമുക്ക് ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അത് എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, ഞാനെല്ലാം പൊരുത്തപ്പെട്ട. നീ എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ അതും പൊരുത്തപ്പെട്ടു. ഇതാണ് പറഞ്ഞ നിങ്ങളുടെ ഇടയിലുണ്ടായ അനേകം വിഷയമുണ്ടല്ലോ, അതൊന്ന് തമ്മിലൊന്ന് പറഞ്ഞു തീർക്കണം, നല്ലതാണെന്ന് ഹദീസിലുണ്ട്. അസ്സലാമു അലൈക്കും അലൈഹിസ്സലാം പറഞ്ഞങ്ങ് പോയാൽ പോരാ. കാരണം എന്താ, ഒരു മുസ്ലിം സലാം ചൊല്ലി അടുത്താൽ സ്വർണം, അതായത് ലോഹം വിളക്കി ചേർക്കുന്നത് പോലെയാണ്. സ്വർണം വിളക്കി ചേർത്താൽ വല്ല അടയാളം ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. പിണങ്ങി ഇണങ്ങി ഒന്നും ഇടയിലില്ല. നേരെ മറിച്ച് മുനാഫിക്കുകൾ, ഈമാനില്ലാത്തവർ ഇണങ്ങിയാൽ അത് സ്ഫടികം പൊട്ടിയത് ചേർത്ത് വെക്കുന്നതല്ല. സ്ഫടികം നല്ല മനോഹരമായതാണ്, പക്ഷെ പൊട്ടി രണ്ടായിട്ട് മാറി എത്ര ചേർത്ത് വെച്ചാലും അടയാളം വ്യക്തമായിട്ട് വെക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ മക്കൾ വെച്ച പരിപാടിയാ. റമദാനിനെ സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ ഈ പറയപ്പെട്ട പ്രധാനപ്പെട്ട 4 പോയിന്റുകളിൽ നിന്ന് പിന്മാറിക്കൊണ്ട് പരിശുദ്ധമായ മാസത്തിനെ സ്വീകരിക്കാൻ തഖ്വായും ഈമാനും, ഇതാ ഇപ്പോൾ നമ്മൾ കൊണ്ടുവരേണ്ടത്. ഈമാനും തഖ്വായും ഉണ്ടെങ്കിലേ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഈമാൻ ഉള്ളവർക്ക് ഇപ്പൊ ഇതിലേക്കൊക്കെ വരാൻ കഴിയുള്ളൂ. മൻസാമ റമദാന ഈമാനം വഹ്തിസാബ, ഈമാനോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. ഈമാൻ വരുമ്പോഴാണ് തഖ്വയുള്ളത്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിൽ സൂക്ഷ്മതയോടെ മുന്നോട്ട് നീങ്ങുക. സൂക്ഷ്മത. സഅദ് ഇബ്നു അമർ റളിയല്ലാഹു തആല അൻഹു വലിയ സഹാബിയാ, രാത്രി എല്ലാം മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കും. 1.5 നോമ്പാ. നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ തഖ്വയുടെ വിഷയത്തിൽ എവിടെ കിടക്കണേന്ന്. തഖ്വ എന്നൊക്കെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്നുണ്ട്. അയ്യുഹന്നാസ് ഊസീകും ബിതഖ്വല്ലാഹ്. മൂസാ വലിയുടെ ഖുത്ബ, ഇവിടുത്തെ നമ്മുടെ തങ്ങൾ ഖുത്ബ കേൾക്കണല്ലേ. അയ്യുഹന്നാസ് ഊസീകും ഇബാദുല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. ജനങ്ങളെ, അല്ലാഹുവിന് തഖ്വ ചെയ്യാൻ നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു. എന്താ തഖ്വ? അലിയാരങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ 3 വിധത്തിലാണ് തഖ്വ. ഖൗഫും മിൻ ജലീൽ, അൽ-ഖനാഅത്തു ബിൽ ഖലീൽ, അൽ-ഇസ്തിഅദാദു ലിൽ മൗത്ത്. ഇതാണ് തഖ്വ. പടച്ചോനെ പേടിച്ച് ജീവിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, മരിക്കാൻ വേണ്ടി ഒരുങ്ങുക. ഈ 3 കടവ് എത്തിക്കഴിയുമ്പോൾ തഖ്വയായി. ഇതൊക്കെ നമുക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് സഅദ് ഇബ്നു അമർ റളിയല്ലാഹു തആല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നിങ്ങൾ റമദാൻ മാസത്തിൽ പട്ടിണി കിടക്കുന്ന ഈ ഇടപാടൊക്കെ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ മുത്തഖീങ്ങളാകണം. എവിടെ മുത്തഖീങ്ങൾ? സഅദ് ഇബ്നു അമർ റളിയല്ലാഹു തആല 1.5 നോമ്പെടുക്കുന്ന ആളാ, എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാ. ഷെറിയയിലേക്ക് ഗവർണറായിട്ട് നിയമിച്ചു. നമുക്കൊരു 3 സലാത്ത് ചൊല്ലിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം കേട്ടോ. സമയം വൈകി, ഒരു മഗ്‌രിബ് കഴിഞ്ഞിട്ടൊക്കെ അറിഞ്ഞെങ്കിൽ അല്ലേ. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആക്കല നല്ലത് കേട്ടോ. തങ്ങൾ ഇതിപ്പോൾ സംഗതി കർണാടകയിൽ 6 മണി മുതൽ 6 മണി വരെ നിരോധിച്ചു. എന്ന് പറഞ്ഞാൽ ഇഷായിൻ്റെ വാങ്ങും സുബഹിയുടെ വാങ്ങും രക്ഷയില്ല. വായലുണ്ടെങ്കിൽ അതും പറ്റും. കർണാടക എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റേറ്റായി പറഞ്ഞത്. മൈക്ക് നിരോധിച്ചു. ആരാധനാലയങ്ങളിലെ പള്ളികളിലൊന്നും പാടില്ല. അല്ല, ഒരു കണക്കിന് അത് നിരോധിക്കാനുള്ള കാരണക്കാർ നമ്മൾ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ 4 വശത്തേക്കും 2 കിലോമീറ്റർ വെച്ച്, എൻ്റെ വീടിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് 4 വശത്തേക്കും 2 കിലോമീറ്റർ വെച്ച് എണ്ണിയാൽ ഒരു 16 പള്ളിയുണ്ട്. 16 പള്ളി. ഈ 16 സ്ഥലത്തുനിന്ന് ബാങ്ക് വെക്കും.
ഈ 16 പള്ളിയിലും വയ്ക്കാം. നോക്കി, നമുക്ക് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് വെക്കുന്നുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിലും അനാവശ്യത്തിലും വെച്ച് ഉപയോഗിക്കുമല്ലേ. അതിനോടൊപ്പം തന്നെ കോളാമ്പിക്കൂടെ പുറത്തേക്ക് കൊടുക്കുകയാണ് ഖിറാത്ത്. ഓത്തും കാര്യങ്ങളൊക്കെ പുറത്തുള്ള ചന്തയിലുള്ള ആൾക്കാരും ഒക്കെ കേൾക്കാൻ പാറ്റും. അപ്പം അതൊക്കെ അസ്വസ്ഥതയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ ഇവിടെ ശബ്ദമലിനീകരണ രക്ഷയില്ലാന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ കോടതി ഓർഡർ ഇടുന്നതിന് തെറ്റൊന്നും പറയാനില്ല. അപ്പം നമ്മൾ ചൂണ്ടയിട്ട് കൊടുക്കുക ഓരോ കാര്യങ്ങൾക്ക്. അപ്പം നിയമങ്ങളൊക്കെ എല്ലാവർക്കും പാലിക്കലൊക്കെ നല്ലതാണ്. സമയമൊക്കെ വൈകിയൊക്കെ പരിപാടിയൊക്കെ നടത്താതെ കഴിയുന്നത്ര നേരത്തെയൊക്കെ നടത്തി ഇനി വരും സമയങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഏറ്റവും അപകടകരമായ കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താ, സഅദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇബാദത്തിൻ്റെ ശൈലി. അപ്പം ഇത് സിറിയയിലേക്ക് ഗവർണറായിട്ട് വിട്ടിട്ട് വലിയ ചരിത്രം ഇത്. ഖലീഫ ഉമർ റളിയല്ലാഹു തആല ഗവർണറുടെ സ്ഥിതി അന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആളുകൾ പരാതി പറഞ്ഞു, ഞങ്ങളുടെ ഗവർണറെ സംബന്ധിച്ച് 4 പരാതി പറയാനുണ്ട് എന്ന്. എന്താണാവോ? ഒന്നാമത്തേത്, ആ മനുഷ്യൻ രാവിലെ വളരെ വൈകിയാണ് ഓഫീസിൽ വരുള്ളൂ. ഞങ്ങൾ പ്രജകളല്ലേ, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. രണ്ടാമത്തേത്, രാത്രി ഒരിക്കലും ആ മനുഷ്യൻ വരില്ല, രാത്രി ഓഫീസിലേ വരില്ല. മൂന്നാമത്തേത്, മാസത്തിൽ 15 ദിവസം കൂടിയാൽ ഒരു ദിവസം അയാൾ രാത്രിയും വരില്ല, പകലും വരില്ല. നാലാമത്തേത്, കാര്യപ്പെട്ട വല്ല കാര്യമൊക്കെ ആ മനുഷ്യനോട് പറയാൻ വേണ്ടി ചെന്നിട്ട് സംസാരിച്ചു കൊടുക്കുമ്പോൾ അയാൾ ഇങ്ങനെ ബോധം കെട്ടു പോകണവർ പോകും. അപ്പം ഞങ്ങൾ കാര്യം പറഞ്ഞെങ്ങനെയാ? ഈ 4 പരാതി 4 ന്യായമാണെന്ന് ഉമർ ഫാറൂഖ് തങ്ങൾക്ക് തോന്നി. ഗവർണറെ വിളിച്ചു. നിങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് 4 പരാതിയുണ്ട്. അല്ലോ, എവിടെന്നാണ്? എന്താണ് അമീറുൽ മുഅ്മിനീൻ? ഒന്നാമത്തേത്, നിങ്ങൾ ഓഫീസിൽ വളരെ വൈകിയേ വരുന്നുള്ളൂ. അത് ഒന്നാമത്തെ പരാതിയാണ്. ബഹുമാനപ്പെട്ടവരെ, അത് ശരി തന്നെയാണ്. എൻ്റെ വീട്ടിൽ പണിക്കാരെ വെച്ചിട്ടില്ല, എനിക്ക് അടുക്കള ജോലിക്കാരിയില്ല, വളരെ അകലെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. വീട്ടിൽ ഭക്ഷണം പാകപ്പെടുത്താനും എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് കുളിക്കാനും ഒക്കെ ഞാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുത്ത്, അതുപോലെ അടുക്കളയിൽ ചെയ്യാൻ പറ്റുന്ന പണികളെല്ലാം സഹായിച്ചിട്ടാണ് ഞാൻ ഓഫീസിലേക്ക് വരുന്നത്. അതുകൊണ്ടിട്ട് സുബഹി നമസ്കാരം കഴിഞ്ഞ് ദുഹാ നമസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോഴേക്കും കുറച്ച് നേരം വൈകുമെന്നുള്ളത് ശരി തന്നെയാണ്. ഒന്ന്. രണ്ടാമത്തേത്, നിങ്ങൾ രാത്രി ഒരിക്കലും ഓഫീസിൽ വരാറില്ല. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പകലും അള്ളാഹുവിന് വേണ്ടി രാത്രിയും മാറ്റി വെച്ചിരിക്കുകയാണ്. എൻ്റെ രാത്രി മുഴുവൻ എൻ്റെ റബ്ബിനാണ്, എൻ്റെ പകൽ ഞാൻ ജനങ്ങൾക്കാണ്. രാത്രി ഖുർആനോത്തും ഇസ്തിഗ്ഫാറും നിസ്കാരവും ഒക്കെ തന്നെ പണി. മൂന്നാമത്തേത്, മാസം 15 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം പകലും വരൂല, രാത്രിയും വരൂല. ശരിയാണ്. എൻ്റെ വീട് പരിസരം വൃത്തിയാക്കല്, വീട്ടിലുള്ള തുണികളൊക്കെ കഴുകി കൊടുക്കല്, പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി കൊടുക്കല്, ഇതൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ഞാൻ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നാലാമത്തേത്, പ്രധാനപ്പെട്ട വല്ല വിഷയവും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ മോഹാലസ്യപ്പെട്ടു പോവുകയാണ്, ബോധം കെട്ടുപോവുകയാണ്. ബഹുമാനപ്പെട്ടവരെ, ഞാൻ ഇപ്പോഴും അസ്വസ്ഥനാവുകയാണ്. സഅദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല വീഴാൻ തുടങ്ങിയാണ്. പിടിച്ചൊരു ഭിത്തിയിലിരുന്നു, ചാരി ഇരുന്നു കൊണ്ടിട്ട് അദ്ദേഹം പറയുന്നു, ബഹുമാനപ്പെട്ടവരെ, അത് പ്രജകൾ പറയുന്ന പരാതി ശരി തന്നെയാണ്. മഹാനായ സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ മക്ക മുശ്രിക്കുകൾ പിടിച്ച് ഈന്തപ്പന മരത്തിൽ കെട്ടിയിട്ട് ബഹുമാനപ്പെട്ടവരെ തൂക്കിലേറ്റുന്ന ദിവസം പ്രഖ്യാപിച്ച് അങ്ങനെ തൂക്കുമരത്തിലേക്ക് കയറ്റുന്ന ആ സന്ദർഭത്തിൽ ഞാനും ശത്രുപക്ഷത്തുണ്ടായിരുന്നു. ഞാൻ അന്ന് ശത്രുപക്ഷത്താണ്. ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരൻ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ആ തൂക്കുമരത്തിലേക്ക് കയറ്റുന്നതും ബഹുമാനപ്പെട്ടവരെ തൂക്കുന്നതും ആ മഹാനവറുകളെ ഉപദ്രവിക്കുന്നതുമെല്ലാം കണ്ടപ്പോൾ ഞാൻ അതിനകത്ത് പങ്കാളിയാവുകയും ഞാൻ അതിനകത്ത് ആനന്ദം കാണുകയും ചെയ്തവനാണ്. എൻ്റെ സഹോദരൻ ഖുബൈബ് റളിയല്ലാഹുവിനെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അല്ലാഹ് എന്നുള്ള ചിന്ത വരുമ്പോൾ എനിക്ക് മോഹാരിശമുണ്ടാകുന്നു. ഞാൻ ഇപ്പോഴും അസ്വസ്ഥനാണ്. ബഹുമാനപ്പെട്ടവരെ, ചാരിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ മൂർധാവിൽ മുത്തം കൊടുത്തുകൊണ്ടിട്ട് ഖലീഫ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, സഅദേ, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ആ സഅദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അന്ത്യശ്വാസം വലിക്കുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ശയ്യയിൽ കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ വിളിച്ചോദിക്കാൻ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖിയാണെങ്കിൽ മാത്രമാണല്ലോ അല്ലാഹു തആല നന്മകൾ സ്വീകരിക്കുള്ളൂ. അല്ലാഹ്, ഞാൻ മുത്തഖിയാണോ റബ്ബേ, ഞാൻ മുത്തഖിയാണോ റബ്ബേ? അവർക്കൊക്കെ മരണമായിരുന്നു മുമ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് ബഹുമാനികളെ, മുത്തഖിയായി കൊണ്ടിട്ട് നമ്മളെ
മുത്തഖീങ്ങളാക്കാൻ വേണ്ടിയാ നോമ്പ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ മുത്തഖീങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ്. അതുകൊണ്ട് ആ മുത്തഖിയാകാൻ ഞാൻ ഈ സൂചിപ്പിച്ചു തന്ന പ്രത്യേകമായി എണ്ണി പറഞ്ഞ പാപങ്ങളെ തൊട്ടൊക്കെ ഒഴിവായി പരിശുദ്ധ റമദാനിനെ പടച്ചവനെ കഴിഞ്ഞ വർഷം തറാവീഹ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ വേണ്ടതുപോലെ നോമ്പ് തുറ നടത്താൻ കഴിഞ്ഞില്ലല്ലോ, നോമ്പിനകത്ത് വേണ്ടതുപോലെ സഹകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഈ വർഷം ഇവിടെ ഇരുന്നുണ്ടെങ്കിൽ പ്രതിജ്ഞ എടുക്കുക, പടച്ചവനെ ഈ വർഷം വമൻ അമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കുതിബ ലഹു ഹസന ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒരു നന്മ ചെയ്യാൻ നിങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്യാൻ കഴിയാതെ മൗത്തായി പോവുകയും ചെയ്താൽ ചെയ്ത സ്ഥാനത്താണ്. എല്ലാവരും കൂടെ നെയ്യത്താക്കുക, പടച്ചവനെ ഈ പരിശുദ്ധ റമദാൻ 1 മുതൽ പിറ കണ്ട അന്നു മുതൽ ശവ്വാൽ പിറ കാണുന്നത് വരെ പകലന്തിയോളം അല്ലാഹ് നിനക്ക് വേണ്ടി നോമ്പെടുക്കാൻ ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഇരുന്നു കൊണ്ടിട്ട് ഞാൻ നെയ്യത്താക്കി തമ്പുരാനെ നെയ്യത്താക്കി. അല്ലാഹുവേ ഒരൊറ്റ രാത്രി പോലും മുടങ്ങാതെ തറാവീഹ് നിസ്കരിക്കാൻ നെയ്യത്താക്കി പടച്ചവനെ. അങ്ങനെ നെയ്യത്താക്ക്. എല്ലാ രാത്രിയിലും ഒന്നുറങ്ങി എഴുന്നേറ്റതിന്റെ ശേഷം ഇടയത്താഴം എന്ന പേരിൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാത്ത ഒറ്റ രാത്രിയും എനിക്കുണ്ടാവില്ല റബ്ബേ. ഞാൻ അതിവിടെ വെച്ച് തീരുമാനമെടുക്കുന്നു തമ്പുരാനെ നെയ്യത്താക്ക്. അതുപോലെ റബ്ബേ നിന്റെ പരിശുദ്ധ കലാം ഒരാവർത്തിയെങ്കിലും ഖത്തം ഓതി തീർക്കാൻ ഞാൻ ഈ പരിശുദ്ധ റമദാനിൽ ചെയ്യാൻ തീരുമാനമെടുത്തു തമ്പുരാനെ നെയ്യത്താക്ക്. ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ അവിടെ മൗത്തായാൽ ഈ പറയപ്പെട്ട അമലുകളൊക്കെ എടുത്ത സ്ഥാനത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എപ്പോഴാ കണ്ണടനെന്ന് അറിയില്ല ബഹുമാനികൾ. നല്ല നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ ചുമ്മാ മറിഞ്ഞു വീണ് അങ്ങോട്ട് പോണത്. എത്ര എണ്ണം. നമ്മുടെ തങ്ങൾ മാത്രം പോരെ? നമ്മുടെ മഹാനായ സിറാജുദ്ദീൻ നിങ്ങൾ പ്രായമായിട്ട് മരിച്ചുപോയതാണോ? തൊലി ചുരുട്ടിട്ട് മരിച്ചുപോയതാണോ? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാരിരുമ്പ് പോലുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലേ? നിങ്ങൾക്കൊക്കെ ഇവിടെ ഇബാദത്തിന് നേതൃത്വം തന്ന മഹാനല്ലേ? എവിടെ പോയി ബഹുമാനപ്പെട്ട തങ്ങളിപ്പോൾ പറഞ്ഞു 1.5 വർഷം കഴിഞ്ഞു, 2ലേക്ക് എത്താൻ പോകുന്നു. കമ്മിം ഫതായുംസി വയസ്ബഹു ആമിന വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. ഇതൊക്കെ നമ്മുടെ പഴയ വഴുതിനകത്തുള്ളതാ. യുവത്വം കൊണ്ടിട്ട് മരണത്തിനെ മറന്നുപോയ ചെറുപ്പക്കാരി, നിനക്കുള്ള കഫൻ തുണിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അത് മൂടേണ്ട കാര്യം താമസം മാത്രമേ ഉള്ളൂ. അതിനെന്ത് ചെയ്യണം? ഇതിൻ്റെ ചലനം ഒന്ന് നിന്ന് കിട്ടണം. അത് ഏത് സമയത്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ബഹുമാനികളെ എപ്പോഴും മരിക്കാൻ വേണ്ടി ഒരുങ്ങ്. അത് തഖ്വയുടെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലം അവൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് അവൻ്റെ തൃപ്തിയിൽ മരിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലമ്മാ നസൂ മാ ദുക്റു, ഞാൻ ഓതി ആയത്ത് അവിടെ ഇരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഞാൻ അതിലെ ഒരെണ്ണം എണ്ണി പറഞ്ഞത്. അയൽ സംസ്ഥാനത്ത് അയൽ രാജ്യത്തുള്ള ചൈനയിലുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വിവാദത്തിനുള്ള സൗകര്യമില്ല. അള്ളാഹു നമുക്ക് വിവാദത്തിന് സൗകര്യം തന്നു. പടച്ചവനെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ നിസ്കരിക്കാൻ, കൂടുതൽ ഖുർആൻ ഓതാൻ, കൂടുതൽ ആളുകളെ ഉപദ്രവിക്കുന്നത് പിന്നോട്ട് മാറാൻ, ഇതൊക്കെ വേണ്ടത്. മനുഷ്യനെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നന്മ. ഇതിൽ കൂടെ ഒക്കെ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നു അത് തന്നെയാണ്. 5 നേരത്തെ നിസ്കാരം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താ? ഇന്ന സ്വലാത്ത തന്നാനിൽ ഫഹ്ശാഇൽ മുൻകർ, മോശമായ വാക്കുകളും പ്രവൃത്തികളും ഉണ്ടാകാതിരിക്കുക. അതാണ് നിസ്കാരം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ അത് വിശദീകരണമുണ്ട്. 2ാമത്തെ സക്കാത്ത് കൊടുക്കൽ. ലാ തുബത്തിലു സദഖാത്തും ബിൽ മന്നി വല്ലദാ. ഖുർആനല്ലേ ഇപ്പോൾ ഇത് പറയുന്നത്? നിങ്ങൾ കൊടുത്ത സക്കാത്ത് വാങ്ങിച്ച ആളുകളെ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കരുത്, അത് നിങ്ങൾ എടുത്തു പറയരുത്. ഇവിടെ എല്ലാം മനുഷ്യ നന്മയാണ്. നോമ്പോ മല്ലയദ് ഖൗല സൂരി വല്ല അമലബി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ യദഅ തആമഹു വ ശറാബ. മോശമായ വാക്കും പ്രവൃത്തിയൊന്നും ഒഴിവാക്കാൻ തയ്യാറില്ലെങ്കിൽ പട്ടിണി നടന്നിട്ടൊന്നും കിട്ടാനില്ല. അവിടെ മനുഷ്യ നന്മയല്ലേ? ഹജ്ജും മബ്റൂറുൻ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന വമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാൽ. മബ്റൂറായ ഹജ്ജ് അതിന് സ്വർഗമാണെന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ എന്താണ് നബിയെ മബ്റൂർ? തീബുൽ കലാം വ ഇത്ആമു തആം, മനുഷ്യനോട് നല്ലത് പറയലാണ്, ഭക്ഷണം കൊടുക്കലാണ്. ഉണ്ടോ? തിന്നാനും കുടിക്കാനും മനുഷ്യർക്ക് കൊടുക്കുക, നല്ല വർത്താനം പറയുക. ഇതാണ് മബ്റൂറായ ഹജ്ജ്. അല്ലാണ്ട് 101 പ്രാവശ്യം തവാഫ് ചെയ്യലെന്നൊന്നും തങ്ങൾ പറഞ്ഞില്ല. എല്ലാ ദിവസവും ഉംറ ചെയ്യലെന്നും പറഞ്ഞില്ല. എല്ലാം മനുഷ്യ നന്മയ്ക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതിൽ കൂടി നമ്മൾ നന്നാവും. അങ്ങനെയാണ് റഹ്മാനായ തമ്പുരാൻ ജീവിക്കുന്ന കാലം ആഫിയത്തോടെ ജീവിക്കാൻ, മരിക്കുമ്പോൾ നല്ല നിലയ്ക്ക് മരിക്കാൻ അല്ലാഹു ഈ മജ്ലിസിൽ പങ്കെടുത്ത നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര മനുഷ്യന്മാരൊക്കെ ഇപ്പോൾ പരിസരത്ത് പടച്ചവനെ അവിടെ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കണ്ടല്ലോ, അല്ലാഹ് ഒന്ന് പോകാൻ നിവൃത്തിയില്ലല്ലോ പടച്ചവനെ, ഇങ്ങനെ വേദനിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് ബാദുറു ബിൽ അഅ്മാലി സബ്അ, പെട്ടെന്ന് ഒരുങ്ങിക്കോളാൻ.
പെട്ടെന്ന് ഒരുങ്ങിക്കോ. ഹൽ തന്തറുന ഇല്ല ഫഖറ മനുഷ്യങ്ങനെ 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഔ മറലം മുഫ്സിദ, നിങ്ങൾക്ക് എന്താ വരാനുള്ളത്? നിങ്ങൾ ഇനി ആരോഗ്യമാണോ നോക്കണേ? നിങ്ങൾക്ക് ഇനി വരാനുള്ള ഒരു രോഗമാണ്. എണ്ണി പറയുന്നതിനകത്തുണ്ട് ഒക്കെ ഒരു ഞരമ്പ് തളർന്ന ഇടപാട് തീർന്നു ബഹുമാനികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നവരെ നമുക്കെല്ലാം ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഞാൻ എൻ്റെ വർത്താനം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞതിലും കേട്ടതിലൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വിഷമോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടായ പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്നോട് മാപ്പാക്കണം, പൊരുത്തപ്പെടണം, ക്ഷമിക്കണം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുതലൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഞാൻ വന്ന് വഴുത പറയാറുള്ളതാണ്. ഇനി ഒരിക്കൽ ഇവിടെ വന്ന് കൂടാനുള്ള അവസരം അള്ളാഹു തആല തന്നിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കൽ നമ്മൾ കൂടുന്നത് മഹ്ശറയിലാണെങ്കിൽ അള്ളാഹു പൊരുത്തപ്പെട്ട് സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടാൻ അള്ളാഹു നീ ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനായ പടച്ചമ്പുരാനെ, നിനക്ക് പൊരുത്തമില്ലാത്ത വല്ല വാക്കുകളോ സംസാരങ്ങളോ ശൈലികളോ ഈ പാപിയിൽ നിന്നുണ്ടായെങ്കിൽ റബ്ബേ ഈ മജ്ലിസിൽ വെച്ച് തന്നെ കേട്ടവർക്കും അത് പറഞ്ഞവർക്കും അള്ളാഹു നീ മാപ്പ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ.